തീർച്ചയായും ഇറാനും GCC രാഷ്ട്രങ്ങളും തമ്മിൽ യാതൊരുവിധ ശത്രുതയിലേക്കും നിലവിൽ പോയിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിലെ മറ്റൊരു പ്രധാന കാര്യം. ആ വിഷയത്തിൽ വളരെ ഡിപ്ലോമാറ്റിക്കായി വിഷയം കൈകാര്യം ചെയ്യാൻ ഇറാൻ അവധാനത കാണിച്ചു എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. കാരണം ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഈ മേഖലയെ ഖത്തറിനെ ഇക്കാര്യം അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ് വ്യോമപാത അടയ്ക്കുകയും ആ മേഖലയിലുള്ള കാഷ്വാലിറ്റീസ് പരമാവധി കുറക്കുകയും ചെയ്യാൻ ഖത്തറിന് സാധിച്ചത്. എന്ന് മാത്രമല്ല, ആ ആക്രമണം നടത്തിയ ഉടനെ തന്നെ IRGCയുടെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സൗഹൃദ രാജ്യമാണ് ഖത്തർ. ഖത്തരികളോട് ഞങ്ങൾക്ക് യാതൊരുവിധ എതിർപ്പുമില്ല, ഞങ്ങൾ ആക്രമിക്കുന്നത് US ബേസിന് നേരെ മാത്രമാണ് എന്ന് അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, കുറേ കാലമായി ഇറാനും GCC രാഷ്ട്രങ്ങളും തമ്മിലുണ്ടായിരുന്ന വലിയ ശത്രുതയുണ്ട്, പ്രത്യേകിച്ചും സൗദി അടക്കമുള്ള രാജ്യങ്ങളുമായി. ആ രാജ്യങ്ങളെ ചൈനയുടെ കൂടി മധ്യസ്ഥതയിൽ കൈകോർക്കാനും കൂടുതൽ സഹകരണത്തിലേക്ക് പോകാനും ഒക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒക്ടോബർ 7 ആക്രമണവും അതിനുശേഷമുള്ള സംഭവവികാസങ്ങളും ഉണ്ടാകുന്നത്. പക്ഷേ ഇത്ര വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും, പ്രത്യേകിച്ചും ഈ അൽ-ഉദൈദ് പോലെയുള്ള സേനാ താവളങ്ങളിലേക്ക് മിസൈലുകൾ വരുന്നത് സമീപകാല ചരിത്രത്തിൽ ആദ്യമാണ്. എന്നിട്ട് പോലും ഈ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത് പ്രധാനമാണ്. അക്കാര്യത്തിൽ അമേരിക്കയുടെ കൂടി നിലപാട് വളരെ പ്രധാനമാണ്. കാരണം ഡൊണാൾഡ് ട്രംപ് വേണമെങ്കിൽ ഈ ബേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാമായിരുന്നു, ഈ രണ്ട് രാജ്യങ്ങളെയും തമ്മിൽ തല്ലിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ ട്രംപിനും ഈ മേഖലയിലെ ബിസിനസ് താല്പര്യങ്ങൾ പ്രധാനമാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് ഡൊണാൾഡ് ട്രംപ് സൗദിയും UAEയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. വിവിധ ഡീലുകളിൽ ഒപ്പിട്ടിട്ടുണ്ട്. ട്രംപിന് സ്വന്തമായി തന്നെ പല താല്പര്യങ്ങളും ബിസിനസ് താല്പര്യങ്ങളും ഈ മേഖലയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലയെ അസ്വസ്ഥപ്പെടുത്താനും ഒരു സംഘർഷവേദിയാക്കാനും ഡൊണാൾഡ് ട്രംപിനും താല്പര്യമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനും GCC രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു ശത്രുതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിൽ, അങ്ങനെ ശത്രുതയിലാക്കണം, ഇറാനെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ഒരു താല്പര്യം. ഈ മേഖലയിൽ ഇറാനാണ് ഒരു കറുത്ത ശത്രു, ബാക്കിയുള്ളിടത്തെല്ലാം സമാധാനത്തിൻ്റെ മാപ്പാണ് എന്ന് പലതവണ സംസാരിക്കുന്ന വ്യക്തിയാണ്, മാപ്പ് ഉയർത്തിക്കാട്ടി തന്നെ സംസാരിക്കുന്ന വ്യക്തിയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു. UN വേദികളിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മാർക്കർ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു നിലപാടിലേക്ക് പോകാൻ സൗദിയോ അല്ലെങ്കിൽ UAEയോ ഖത്തറോ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് അതും ഇറാനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര വിജയമാണ്. ഇറാൻ റഷ്യയുമായും ചൈനയുമായും സഹകരിക്കുന്നു. റഷ്യയും ചൈനയും ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ചു. ഇറാന് നേരെ നടക്കുന്ന ആക്രമണത്തെ അവർ അപലപിച്ചു. നേരിട്ട് കാണാൻ അബ്ബാസ് അറാക്ചി, ഇറാന്റെ വിദേശകാര്യമന്ത്രിയെ നേരിട്ട് കാണാൻ പുടിൻ സമയം കാണുന്നു, ഇറാന്റെ കൂടെ നിൽക്കും എന്ന് പ്രഖ്യാപിക്കുന്നു. നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ചെറിയ മെസ്സേജും US പോയിട്ടുണ്ട് എന്ന് തന്നെയാണ്. വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ തരത്തിലുള്ള റിപ്പോർട്ടുകൾ നൽകുന്നു. ഈ മേഖലയെ ഒരു സംഘർഷത്തിലേക്ക് കൊണ്ടുവരരുത്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇറാനും ചൈനയും റഷ്യയും ചേർന്നുകൊണ്ടുള്ള ഒരു പുതിയ സഖ്യം രൂപപ്പെടും എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ ഭയപ്പെടുന്നു. തുളസി ഗബാർഡ്, US ഇന്റലിജൻസ് മേധാവി, ആ തരത്തിലുള്ള ഒരു റിപ്പോർട്ട് കൂടി ട്രംപിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരുന്നു നേരിട്ട് ഇറങ്ങി കളിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോയത്. അപ്പോൾ സ്വാഭാവികമായും ഒരു നയതന്ത്ര തലത്തിൽ ഇറാന് തന്നെ വിജയം നേടുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് മാത്രമല്ല, പല തലങ്ങളിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി അടക്കം ഇക്കാര്യങ്ങൾ പറയുമ്പോൾ, ഇറാൻ ഒരു ആണവായുധം നിർമ്മിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, മറുഭാഗത്ത് പശ്ചിമേഷ്യയിലെ പല രാജ്യങ്ങൾക്കും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു ചിന്ത ആണവായുധം ഉണ്ടാവൽ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. കാരണം ആണവായുധമുള്ള പശ്ചിമേഷ്യയിലെ ഏക രാജ്യമാണ് ഇസ്രായേൽ. അത്തരമൊരു രാജ്യം ഇവിടെ ഒരു ത്രട്ടായി നിൽക്കുമ്പോൾ, ഇപ്പുറത്ത് ആണവായുധമില്ല എങ്കിൽ സ്വാഭാവികമായും ഏത് സമയത്തും ഇസ്രായേൽ ആക്രമണം നടത്താം എന്നൊരു പ്രതീതി പശ്ചിമേഷ്യയിൽ ആകെ വ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന് ആണവായുധം നിർമ്മിക്കൽ അത്യാവശ്യമാണ് എന്ന് തെളിഞ്ഞ ഒരു സമയം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഞങ്ങൾ ആണവായുധം ഉണ്ടാക്കില്ല എന്നെങ്കിലും പ്രത്യക്ഷത്തിൽ കരാർ എഴുതി ഒപ്പിട്ടിട്ടായിരിക്കേണ്ടിയിരുന്നു നെതന്യാഹുവിൻ്റെ പിന്മാറ്റം. അതുണ്ടായിട്ടില്ല. അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ സിവിലിയൻ ആവശ്യങ്ങൾക്ക് പോലും അതിനുള്ള എൻറിച്ച്മെന്റ് പോലും നടത്തരുത് ഇറാൻ എന്നുള്ള ഏറ്റവും വിചിത്രമായ കാര്യങ്ങളായിരുന്നു ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരുന്നത്. അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ആ തരത്തിലുള്ള ഒരു കരാറുമില്ല. ഒരു ട്വീറ്റ് നമ്മൾ ഓർക്കുക, അൺകണ്ടീഷണൽ സറണ്ടർ, അതാണ് ആ രണ്ട് വാക്ക് മാത്രം ഇട്ടുകൊണ്ടാണ് ട്രംപ് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഇട്ടത്. ഇറാൻ ജനത ആയത്തുല്ലാ അലി ഖാംനായി എവിടെയാണുള്ളത് എന്ന് എനിക്കറിയാം, അദ്ദേഹം അൺകണ്ടീഷണലായി തന്നെ കീഴടങ്ങണം എന്നാണ് ഖാംനായിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കാണുക, അൺകണ്ടീഷണൽ സറണ്ടർ നടത്തിയിരിക്കുന്നത് നെതന്യാഹുവാണ്. ഒരു കണ്ടീഷനുമില്ലാതെ സമ്പൂർണ്ണമായി നെതന്യാഹു കീഴടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം
ആ ഇറാനല്ല കീഴടങ്ങിയത്, നെതന്യാഹു ആണ് എന്നുള്ളതാണ്. നമുക്കിനിയും ദിവസങ്ങളുണ്ട്. ഒരുപക്ഷെ നെതന്യാഹു യുദ്ധക്കൊതിയൻ തന്നെയാണ്. ഇനിയുമുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് നെതന്യാഹു കരുതി വെക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് സംശയാസ്പദമാണ്. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ ദിവസം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെ നേരിട്ടിരിക്കുന്നു. അൺകണ്ടീഷണൽ സറണ്ടർ അത് നെതന്യാഹുവിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു. പല അർത്ഥത്തിൽ അതെങ്ങനെയാണ് ഇനി നെതന്യാഹു വിശദീകരിക്കുക? നെതന്യാഹുവിൻ്റെ പ്രസംഗം ഇന്നോ നാളെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായും എന്താണ് നെതന്യാഹു പറയാൻ പോകുന്നത് എന്ന് നമുക്കറിയാം. കാരണം ഇസ്രായേലിൻ്റെ ആണവായുധം ഉണ്ടാക്കാനുള്ള ശേഷി ഞങ്ങൾ വർഷങ്ങളോളം പിന്നോട്ട് മാറ്റി എന്ന് ഒരുപക്ഷെ നെതന്യാഹു പറയും. അവരുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ, ഇസ്രായേലിന് ത്രട്ടായിട്ടുള്ള നേതാക്കളെ വധിച്ചു എന്ന് നെതന്യാഹുവിന് അവകാശപ്പെടാം. അതേപോലെ തന്നെ ഭരണ സംവിധാനങ്ങളെ ആകെ കുറേയേറെ ജയിലുകൾ തകർത്തു എന്നടക്കമുള്ള കാര്യങ്ങൾ അവകാശപ്പെടാം. പക്ഷേ അതൊന്നുമല്ലായിരുന്നു യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ നെതന്യാഹുവിൻ്റെ നിലപാട്. പൂർണ്ണമായിട്ടുള്ള ഒരു ത്രട്ട് ഒഴിവാക്കുക, അതേപോലെ തന്നെ അവിടെയുള്ള ഭരണമാറ്റം ഉണ്ടാക്കുക, വേണമെങ്കിൽ ഹാംനായിയെ അടക്കം വധിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു വെച്ചത്. എങ്കിൽ ആ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, പാതിയിൽ പരാജയപ്പെട്ട സ്വഭാവത്തിൽ പിൻവാങ്ങേണ്ടി വരുന്നു. കാരണം ഇത് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റുകളൊന്ന് വെടിനിർത്തൽ കാര്യത്തിൽ ഇറാനോട് നമ്മൾ കീഴടങ്ങിയതിന് തുല്യമായി പോയി എന്നാണ് ഒരു വിമർശനം ഉയർന്നത്. ഇസ്രായേലിനെതിരെ ഇറാൻ കൂടുതൽ കരുത്തോടെ വരുമെന്നാണ് ലിക്വിഡ് പാർട്ടിയുടെ തന്നെ പ്രതികരണം.